മലയാളത്തില് ഇച്ചിരി എന്താ പറയാ ക്ലീശകളില്ല പടത്തില്, നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്റർവെല്ലിന് ശേഷം ഭയങ്കരമായിട്ട് എന്താ പറയാ ടെൻഷൻ അടിച്ചിരുന്ന കണ്ട്, അതേപോലത്തെ ഒരു ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. നമ്മള് എന്താ പറയാ ഉണ്ണിമൂന്റെ അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ്. വലുതായിട്ട് സെന്റിമെന്റ്സ് ഡയലോഗുകളൊന്നും ഇല്ലെങ്കിൽ പോലും പുള്ളിയുടെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻസ് കൊണ്ട് പുള്ളി ഭയങ്കരമായിട്ട് കരയിച്ചു. പിന്നെ BGM കൊള്ളാം, ഡയറക്ഷൻ രഞ്ജിത് ശങ്കർ സാറ് എപ്പോഴും എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കും, നല്ലൊരു മെസ്സേജ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ഹീറോ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ, നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ട്. നമ്മളെ ഉള്ളില് ആ ഒരു സംഭവം തന്നെയാണ് ശരിക്കും ഗണേഷ് എന്നൊരു കഥാപാത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചേക്കുന്നത്. അടിപൊളിയാണ്. താങ്ക് യു. എല്ലാ ഫാമിലീസും പോയി കാണണം. എല്ലാം സെക്കൻഡ് ഹാഫ് ഒക്കെ കാണണം കേട്ടോ. കണ്ണ് മാറ്റാൻ പറ്റാത്ത രീതിയിൽ കണ്ടിന്യൂസ് സ്പേസ്. അതുപോലെ ഇങ്ങനെ നമ്മളുടെ സീറ്റിൽ എഡ്ജിലിരിക്കും. വെരി നൈസ്, വെരി നൈസ്. നല്ല ത്രില്ലിംഗ് മൂവിയാണ്. മസ്റ്റ് വാച്ച് മൂവി. എന്താ ഇഷ്ടപ്പെട്ടു? നന്നായി. നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. സൂപ്പർ ഹീറോ മൂവി നല്ല രസമുണ്ട്, കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഗുഡ്, നീൽ ബൈറ്റിംഗ്, എക്സലന്റ് ഫിലിം. നല്ല നല്ല സ്ക്രിപ്റ്റ് ആണ്. ഭയങ്കര ഒരു മിനിറ്റ് പോലും ലാഗ് ഇല്ലാത്തൊരു രസമുള്ള പടം. ഭയങ്കര ഭയങ്കര ടഫ് ബ്യൂട്ടിഫുൾ ഫിലിം. നന്നായിട്ട്. ഉണ്ണി ഭയങ്കര ഡിഫറെന്റ് ആണ്. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിഫറെന്റ് ആണ്. ഉണ്ണി ഹാസ് ബ്രോക്കൺനെസ്. ഉണ്ണിയെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ, ഇമേജ്, ആ മസിൽ മാൻ, നോട്ട് ഓൾ ഹീറോസ് ഹാവ് ടു ഫ്ലൈ എന്നുള്ള ഒരു സാധനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട്. ഗുഡ്, താങ്ക് യു. രഞ്ജിത്ത്, ഓഫ് കോഴ്സ് രഞ്ജിത്ത് സ്ക്രിപ്റ്റ് നന്നായിട്ടുണ്ട്. എല്ലാ കാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നന്നായിട്ടുണ്ട്. ഒരു വളരെ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള ഒരു ഫിലിം ഡൺ ഇൻ എക്സലന്റ് വേ. അതായത് കുട്ടികളും ഫാമിലികളും വരണം, അതുള്ളതാണ്. സൂപ്പർ ഹീറോ മൂവിയാണ്. യെസ് യെസ്. ബട്ട് സൂപ്പർ ഹീറോ നമ്മൾ ഉദ്ദേശിക്കുന്ന പറന്ന് നടക്കുന്ന അങ്ങനെയുള്ള സൂപ്പർ ഹീറോ അല്ല. വീൽ ചെയർ ബൗണ്ട് ആണ്. ബട്ട് ഈസ് എക്സലന്റ്. നല്ല ക്യാരക്ടറൈസേഷൻ നന്നായിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളിപ്പം ടൊമിനോസയുടെ പടങ്ങൾ കാണുന്ന പോലെ ഒരു സൂപ്പർ ഹീറോ അങ്ങനെയല്ല. പക്ഷെ ഇതൊരു മോട്ടിവേഷൻ പിള്ളേർക്ക്. ദാറ്റ് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ആള്, ആ പുള്ളി പുള്ളിയാണ് ഫുൾ പോലീസ് ഫോഴ്സും ഒന്നും ചെയ്യാൻ പറ്റാത്ത പുള്ളിയാണ് അതിലൊരു മോട്ടിവേഷൻ കാണിച്ച് പുള്ളിയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ആൻഡ് അത് നമുക്ക് ആ സമയത്ത് ഒരു മോട്ടിവേഷനാണ്. ഇങ്ങനെയൊക്കെ ആൾക്കാരാണ് ആക്ച്വലി റിയൽ ആയിട്ട് ഒരു മനസ്സ് തുറന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ അത് നമുക്കൊരു നല്ലൊരു ഇതാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ് മൂവി. താങ്ക് യു. നൈസ് മൂവി. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. ഞാൻ അതിനകത്ത് ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താണ് എന്റെ സ്റ്റോറി. സോ പീപ്പിൾ വർ ആസ്കിങ് ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണോ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദെൻ അഗൈൻ അത് ഒരു പവർ വിത്തിൻ യു എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ് അത് വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്. ഇവൻ ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു അത് സൂപ്പർ ഹീറോ എലമെന്റ്സ് ആണോ അതോ എന്താണ് അതിനകത്ത് പോർട്രേ ചെയ്യുന്നത് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. സോ കണ്ടുവരുമ്പോ ഭയങ്കര എൻഗേജിങ് ആണ്. നമുക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി പേഴ്സണലി. പിന്നെ ആ ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ടുള്ള അറ്റംപ്റ്റ് എന്നുള്ളത് അതൊരു ഡിഫറെന്റ് ആസ്പെക്ടും. പിന്നെ അതിനകത്ത് നന്നായി ഉണ്ണിച്ചേട്ടനാണെങ്കിലും ഭയങ്കര രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് വൈസും എനിക്ക് ഭയങ്കര കണക്ട് ചെയ്തു.